വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ തുഷാരം കുടുംബശ്രീയുടെ അലോണ JLG അംഗങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിഷുവിനോടനുബന്ധിച്ച് പഞ്ചായത്തിലെ മികച്ച കർഷക കൂടിയായ മേരി വിൽസന്റെ നേതൃത്വത്തിലുള്ള അലോണ JLG അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാസ്റ്ററുടെ കൃഷിയിടത്തിലാണ് കൃഷി ഒരുക്കിയത്. കണിവെള്ളരി, തക്കാളി, വഴുതന, കയ്പ, പച്ചമുളക്, വെണ്ട എന്നിവയാണ് വിളവെടുത്തത്. കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി വഴി പച്ചക്കറി കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട് വ്യക്തിഗതവും അതുപോലെ തന്നെ ഗ്രൂപ്പ് കൃഷിയും ഒരുമിച്ച് ടീച്ചർ ഇതുപോലെ മേരി ടീച്ചർ സ്ഥിരമായി ചെയ്തു വരാറുണ്ട്. അലോണ JLGയുടെ ഭാഗമായിട്ട് ഇവിടെ അതായത് തരിശ് കിടന്ന് കുറേ വർഷങ്ങളായി തരിശ് കിടന്ന് ഈ ഒരു പ്രദേശത്തെ തന്നെ വളരെ മനോഹരമായ കൃഷിഭൂമിയാക്കി മാറ്റാൻ ടീച്ചർക്കും സംഘത്തിനും സാധിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ടീച്ചറെ. തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. കാരണം ഒരുപാട് മടിച്ചു നിൽക്കുന്ന പല ഗ്രൂപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ടീച്ചർ പ്രത്യേകിച്ച് എന്ത് തൈ കൊടുത്താലും അത് കൃത്യമായി നല്ല രീതിയിൽ സംരക്ഷിച്ച് കൃത്യമായി പരിപാലിച്ച് അതിൻ്റെ വിളവ് എടുക്കാൻ ടീച്ചർ ശ്രമിക്കാറുണ്ട്. കൃഷി അസിസ്റ്റന്റ് ലിഷ മേരി ടീച്ചർ, സുലേഖ നാസർ, സുബി ഫസൽ, റഷീദ, ജോസ് താടിക്കാരൻ, വിൽസൺ AN എന്നിവർ പങ്കെടുത്തു. ഓണം, വിഷു, ശീത കാലയളവുകളിൽ കൃഷി ചെയ്യുന്ന മേരി വിൽസനെയും സുലേഖ നാസറിനെയും കൃഷി ഓഫീസർ പ്രത്യേകം അഭിനന്ദിച്ചു. എല്ലാവരെയും ചേർത്ത് പറഞ്ഞ എല്ലാവരും എനിക്കൊരു കുടുംബം പോലെയാണ് തോന്നുന്നത്. ഞാനിവിടെ കഴിഞ്ഞ വർഷമാണ് കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം വളരെയധികം പ്രയാസം തോന്നി. കാരണം ഭൂമി ഒരിക്കലും അടുത്ത കാലത്തൊന്നും ഒരു കൃഷിയും ചെയ്തിരുന്നില്ല. പിന്നെ മണ്ണ് കുറേ തോമസ് മാഷ പറമ്പാണ്. മാഷ് കുറച്ച് മണ്ണിട്ടതിൻ്റെ ഒരു ബലത്തിലാണ് കൃഷി ആരംഭിച്ചത്. എങ്കിലും കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. മഴക്കാലം വന്നപ്പോഴേക്കും വെള്ളമായി. എന്നാലും പിന്മാറാതെ പരമാവധി നോക്കി. കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് വ്യത്യസ്തമായ കുറേ വിളവുകളും കൂടി മത്തൻ, കുമ്പളം, ചുരയ്ക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം മറ്റ് ചില മേഖലകളിലേക്ക് മാറി. എന്തായാലും വിളവുകൾ മോശമില്ലാതെ തന്നെ കിട്ടി. വേണ്ടത്ര വെയിലും പിന്നെ അടുത്തായതുകൊണ്ട് നനയ്ക്കാനൊന്നും ഒരു പ്രയാസവും തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീ JLGയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിരന്തരം കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇതിലെ അംഗങ്ങൾ.